സമസ്ത മേഖലകളെയും ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അറിവ് എവിടെ നിന്ന് വേണമെങ്കിലും ലഭിക്കും. മൊബൈൽ ഫോണിൽ നിന്ന് ലഭിക്കും. നേരത്തെ നമുക്കറിയാം, പുസ്തകശാലകളിൽ നിന്ന് അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവായിരുന്നു ഒരു വിദ്യാർത്ഥിയുടെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് അതൊക്കെ മാറിയിരിക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ അധ്യാപക ജോലിയുടെ അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ ഒരു പ്രസക്തി എന്താണ് ഡോക്ടർ ഡെയ്സൺ പാണങ്ങാട്? പുതിയ കാലഘട്ടം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതകളിൽ ഒന്നാണ് AI ലോകമെന്ന് പറയാതെ വയ്യ. അത് ഏത് മേഖലയിലാണെങ്കിലും ഒരു ഒരു വ്യക്തി ജീവിതത്തിൽ പോലും AI ചെലുത്തുന്ന സ്വാധീനത്തെ പറ്റി നമ്മളൊക്കെ ദൈനംദിന പത്രമാധ്യമങ്ങളിലൂടെ മീഡിയകളിലൂടെ കേൾക്കുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രാമുഖ്യമുള്ളത് തന്നെയാണ് അധ്യാപന രീതികളിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഈ പറയുന്ന AI സ്വാധീനം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന ഗൂഗിൾ എന്ന് പറയുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു തിരച്ചിൽ യുഗത്തിൽ നിന്ന് എന്ത് ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്ന, എന്ത് ചോദ്യങ്ങളെയും കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഉത്തരങ്ങൾ നൽകുന്ന സാധ്യതയിലേക്ക് ഈ പറയുന്ന AI കാലഘട്ടം നമ്മളെ കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഇത്തരം യാഥാർത്ഥ്യങ്ങൾക്കിടയിലും അധ്യാപകന്റെ റോൾ അത് നിസ്സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഈ സോക്രട്ടീസ് ഒക്കെ പണ്ട് പറഞ്ഞതുപോലെ അച്ചടിച്ച പുസ്തകങ്ങൾ ഉണ്ടായതോടുകൂടി മനുഷ്യന്റെ ചിന്താശേഷി നഷ്ടപ്പെട്ടു എന്ന ഒരു സാധ്യത സോക്രട്ടീസ് പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് അച്ചടിച്ച പുസ്തകങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ചിന്താശേഷി നഷ്ടപ്പെട്ടു. നമുക്ക് നേരത്തെയൊക്കെ നമുക്കറിയാം, ഈ നമ്മുടെ വീട്ടിൽ ലാൻഡ് ലൈൻ നമ്പറൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ലാൻഡ് ലൈൻ ഫോണുകളൊക്കെ നമ്മൾ തൊട്ട് ഞെക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഏറ്റവും ചുരുങ്ങിയത് 10-20 ലാൻഡ് ലൈൻ നമ്പറെങ്കിലും ഭൂരിഭാഗം എല്ലാ ലാൻഡ് ലൈൻ ഉപയോക്താക്കൾക്കും കാണാതെ അറിയുമായിരുന്നു, അല്ലെങ്കിൽ ആവശ്യാനുസരണം മെമ്മറിയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പുതിയ കാലഘട്ടത്തിന്റെ ടെക്നോളജി വിരൽത്തുമ്പിലെത്തിയപ്പോൾ നമ്മൾ എത്ര പേർക്ക് ഒരു 4-5 മൊബൈൽ നമ്പറെങ്കിലും കാണാതെ അറിയാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സാധ്യത പലപ്പോഴും മനുഷ്യന്റെ ചിന്താശേഷിയെ നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നത് സോക്രട്ടീസ് പറഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ 2400 വർഷങ്ങൾക്ക് മുമ്പ് സോക്രട്ടീസ് പറഞ്ഞു വെച്ചത് യാഥാർത്ഥ്യമാണ് എന്നതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള തെളിവാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ അധ്യാപനം അപ്രസക്തമാകുന്നില്ല, അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് അധ്യാപകരിലൂടെ ഉള്ള സാധ്യത ഇല്ലാതാക്കുന്നില്ല. മറിച്ച് അധ്യാപകത്തിന്റെ റോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറുകയാണ്. നേരത്തെ ഒരു അധ്യാപക കേന്ദ്രീകൃത ശൈലി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പിന്നീട് അത് വിദ്യാർത്ഥി കേന്ദ്രീകൃത ശൈലിയിലേക്ക് മാറിയ ആ സംവിധാനത്തിൽ അധ്യാപകൻ കുറെ കൂടി ഒരു ക്യൂറേറ്റർ എന്ന് പറയുന്ന സാധ്യതയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന സാധ്യതയിലേക്ക് എത്തുക എന്നതാണ് ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം. പ്രത്യേകിച്ച് അനിയന്ത്രിതമായിട്ടുള്ള വിവരങ്ങളുടെ ഒരു കാലഘട്ടം, അതായത് നിയന്ത്രണ വിധേയമല്ലാത്ത വിവരങ്ങളാണ് കുട്ടിയുടെ വിരൽത്തുമ്പിലുള്ളത്. ആ വിരൽത്തുമ്പിൽ കിട്ടുന്ന അനിയന്ത്രിതമായിട്ടുള്ള വിവരങ്ങളെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ട് ഉള്ള വിവരങ്ങൾ മാത്രം തെരഞ്ഞെടുത്ത് നൽകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു സാധ്യതയ്ക്ക് അനുസരിച്ച്, അവരുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച്, അവരുടെ സബ്ജക്ട് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സാധ്യതയ്ക്ക് അനുസരിച്ച് തെരഞ്ഞെടുത്ത് നൽകുന്ന ഒരു ക്യൂറേറ്ററാണ് പുതിയ കാലഘട്ടത്തിലെ അധ്യാപകൻ എന്ന് പറയുന്നത്.